ഉണക്കയിലയും കുമ്പളങ്ങയും കൂടെ ഒരു കൂട്ടാൻ വയ്ക്കാം. അതിനായിട്ട് ഈ 2 കഷ്ണം കുമ്പളങ്ങയും ഉണക്ക അയിലയും കൂടെ കൂട്ടാൻ വയ്ക്കാനായിട്ട് അയിലേനെ പച്ചമുളക് അരക്കണുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. കുമ്പളങ്ങയും മീനും വെന്തോന്ന് നോക്കാം. അതെ, നല്ല വെന്ത് നല്ല ഉപ്പുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുള്ളൂ. ഒരു ഉണക്കയിലയും കുമ്പളങ്ങയും കൂടെ ഒരു കൂട്ടാൻ വയ്ക്കാം. അതിനായിട്ട് ഈ 2 കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ആ കുമ്പളങ്ങ ഒന്ന് ചെത്തി അരിഞ്ഞെടുക്കാം. അയില ഞാനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഉണക്കയില നമുക്കൊന്ന് ചെത്തി അരിഞ്ഞെടുക്കാം. നമ്മുടെ കുമ്പളങ്ങയും ഉണക്ക അയിലയും കൂടെ കൂട്ടാൻ വയ്ക്കാനായിട്ട് അയിലേനെ നന്നാക്കി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ 2 അയിലയാണ് എടുത്തേക്കണേ. ഇത് കുമ്പളങ്ങ, ഇത് കഴുകി അതിൻ്റെ കൂടെ ചേർക്കാം. കുമ്പളങ്ങ തീരെ ചെറുതല്ല, ഒരുപാട് വലുതുമല്ല. അത് ഈ വലുപ്പത്തിന് അരിയണം, അല്ലെങ്കിൽ മീനിൻ്റെ കൂടെ ഇട്ട് വയ്ക്കുമ്പോൾ കുഴഞ്ഞു പോകും വേഗം. അതിൻ്റെ കൂടെ നമുക്കൊരു 4 പച്ചമുളകും കൂടെ കീറിയിടാം. ഞാൻ ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ചേർക്കാം. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അരക്കണുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. ശകലം മാത്രം, ഒരു നുള്ള് ഇത്ര മതി. കറിവേപ്പിലയും പുളിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് കറിവേപ്പില. പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയ 3 കഷ്ണം പുളി, അത് കീറിയതാണ്, അതുകൊണ്ട് എത്രയാണ്. ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കാം. ഞാൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. മതി. ഞാൻ അരയ്ക്കാനായിട്ട് അരപ്പിന് ഞാൻ ഈ തേങ്ങ ഇത്രയും പച്ചമുളകും കൂടെ എടുത്തേക്കണം. പഴുത്ത മുളക് എടുത്തേക്കണം. പച്ച മുളക് അരച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറായിട്ടിരിക്കും. അപ്പോൾ ഇച്ചിരി കളർ വേണ്ട. അപ്പോൾ അതിന് പഴുത്ത മുളകും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയും മീനും വെന്തോന്ന് നോക്കാം. അതെ, നല്ല വെന്ത് വെള്ളമൊക്കെ വറ്റി ഇരിപ്പുണ്ട്. നമുക്ക് അരപ്പ് ചേർക്കാം. ഒരു ദിവസത്തേക്കുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്, കുറച്ചേ ഉള്ളൂ. നമുക്ക് ഈ അരപ്പ് ചേർക്കാം. ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല. മീനിന് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് അരപ്പൊക്കെ ചേർത്ത് നോക്കിയിട്ട് ചേർത്താൽ മതി. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടൊന്നുമില്ല. വെള്ളം ഒട്ടുമില്ല, പക്ഷേ വെള്ളം അങ്ങ് ചേർക്കാം. തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർക്കാം. തവി വെച്ച് ഒരുപാട് ഇളക്കിയാൽ മീനൊന്നും കാണൂല. അങ്ങനെ ചിരിച്ചിട്ട് വയ്ക്കാം. നമുക്ക്
ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. പുളി ഏതായാലും ഉണ്ടാവും, ഉപ്പുണ്ടോ. പുളി നന്നായിട്ടുണ്ട്, ഉപ്പ് ഇച്ചിരി കുറവാണ്. നമുക്കിത് ഉപ്പ് ചെയ്യാം. ഉണക്കയിലേക്ക് നല്ല ഉപ്പുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇടാതെ വെച്ചത്. ഇച്ചിരി ഉപ്പ് ചേർക്കും. തിളച്ച് നമുക്ക് അരപ്പൊക്കെ വന്നിട്ടുണ്ട്. വാങ്ങി വെച്ചിട്ട് ശകലം കടുക് താളിക്കും. ഇവിടെ ഇരിക്കട്ടെ. കടുക് താളിച്ച് കഴിക്കുന്നുണ്ട്. അതിൽ കുമ്പളങ്ങക്കറി ഒന്ന് അടച്ച് വയ്ക്കാം. തളിച്ച് വെച്ചേക്കണം, നമുക്കൊന്ന് ഇളക്കാൻ വയ്യ.